السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. العاقبة للمتقين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. ഏറെ പ്രിയപ്പെട്ട റൈറ്റ് അക്കാദമിയിലെ PSC പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു വർഷത്തെ ഒരു ചൂട് കുറച്ചുകൂടി കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. കാരണം ഒന്ന് ഏപ്രിൽ മാസമാണ്, നമുക്കറിയാം. പിന്നെ ഉച്ചയ്ക്ക് 2 മണിയാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഠനത്തിലാണ്. LP പരീക്ഷ മാത്രമേ കഴിഞ്ഞോളൂ. പിന്നെ UP പരീക്ഷ വരാനുണ്ട്, ഹൈസ്കൂൾ വരാനുണ്ട്. ഇന്നലെ എല്ലാവർക്കും സ്കൂളുകളിലായിരിക്കും എന്ന് പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരത്ത് എഴുതിയിട്ടുള്ളവർക്ക് മാത്രമേ AC-യിലായിരുന്നു, PSC ഓഫീസിലായതുകൊണ്ട്. അപ്പോ ചൂടായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരുന്നു എന്ന് പറയാൻ കാരണം ചോദ്യ പേപ്പർ നല്ലോണം വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പലരും ഈ സാധാരണ രാവിലെ കൊണ്ടുപോയാല് വൈകിട്ട് കൊണ്ടുവരുന്ന വെള്ളം സാധാരണ എല്ലാവരും അപ്പൊ തന്നെ ഒരു 1.5 മണിക്കൂറായപ്പോ തന്നെ വെള്ളം മുഴുവൻ തീർന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കാരണം അത്രയേറെ നമ്മളെ കുഴപ്പിച്ച ഒരു ചോദ്യ പേപ്പറാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ, അതോ സാറ് വെറുതെ തള്ളിയതാണോ? ഇതവസ്ഥ ഇത് കമന്റ് ചെയ്യണേ. ഇനി പറഞ്ഞതൊക്കെ ശരിയായ കാര്യമാണോ, അതല്ല രാവിലെ കഴിച്ച ഫുഡിന്റെ ഒരു ഹാങ് ഓവർ ആണോ എന്ന് ഞാൻ ചോദിച്ചതാ. അല്ല, നമുക്കറിയാം അല്ലെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് ഒരു മിനിറ്റ്. ഇപ്പോഴാണ് നമ്മുടെ ആൻസർ കീ വന്നിട്ടുള്ളത്. ആൻസർ കീയും കൂടി ഒന്ന് നോക്കിയിട്ട് ഒന്ന് വെരിഫൈ ആന്ന് കരുതിയിട്ടാണ് 15 മിനിറ്റ് ലേറ്റ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ വൈകിക്കുന്നില്ല, ഡയറക്ട്ലി ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. ഒരു ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് ഇന്ന് ഒരു 8 to 10 ചോദ്യങ്ങൾ മാത്രമാണ് പെഡഗോജിയിൽ ഉണ്ടായിരുന്നത്. നല്ലോണം ഡീപ്പ് ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എനിവേ, അൽ ഖിറാഅത്തു നമൂദജിയ നമ്മൾ പഠിച്ചൊരു മെത്തേഡായിരുന്നു ഈ ഖിറാഅത്തു നമൂദജിയ എന്ന് പറയാം. മാ യഖൂമു ബിഹ, അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഇത് ഞാൻ ഖിറാഅത്തു നമൂദജിയ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു, കണ്ടന്റിനെ നിങ്ങൾ പഠിച്ചു വെക്കരുത്, കൺസെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കണം. കാരണം കൺസെപ്റ്റ് റിലേറ്റഡ് ആയി ചോദ്യം വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞൊരു ഭാഗമാണിത്. അൽ ഖിറാഅത്തു നമൂദജിയ, മോഡൽ റീഡിംഗ് എന്നാൽ എന്ത്, അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അൽ മുഅല്ലിമു ജഹ്റൻ ഫി സൗതി ആലി ഫി സഫി, ക്ലാസ്സിൽ ഉയർന്ന ശബ്ദത്തിൽ അധ്യാപകൻ എന്തെയും ഉറക്കെ സംസാരിക്കും. അത്തുല്ലാബു ബി അൻഫുസിഹിം സ്വാമിത്തിഹിം, കുട്ടികൾ നിശബ്ദമായിരിക്കും. അത്തുല്ലാബു ഫിൽ മജ്മുഅത്തിൻ സഗീറ, അതല്ല കുട്ടികൾ എന്താണ്, അത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ നടപ്പിലാക്കുന്നതാണ്. ഇനി പറയുന്നു അത്തുല്ലാബു മുൻഫരിദീന ദാഖിലി സഫ്, കുട്ടികൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് ക്ലാസ്സിനുള്ളിൽ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് ഖിറാഅത്തു നമൂദജിയ. എന്താണെന്ന് നിങ്ങളുടെ ഒന്ന് ആൻസർ ചെയ്യോ? ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ. A ആണോ, B ആണോ, C ആണോ, D ആണോ, ഒന്ന് ആൻസർ ചെയ്തേ. ഇപ്പൊ തന്നെ പഠിച്ചു പോണേ, സമയമില്ല നമുക്ക്. ഓപ്ഷൻ A തന്നെയാണ് ശരി. എന്നാൽ അൽ മുഅല്ലിമു ജഹറൻ ഫി സൗതി ആലി ഫി സഫി, ക്ലാസ്സിലെ അധ്യാപകൻ ഉയർന്ന ശബ്ദത്തിൽ എന്ത് ചെയ്യുന്നതാണ്, സംസാരിക്കുന്നതാണ് ഖിറാഅത്തു നമൂദജിയ എന്ന് പറയുന്നത്. നമ്മള് ഖിറാഅത്തിന് പല രൂപത്തിലുള്ള അൻവാഉകൾ ഉണ്ട് എന്ന് പറയും. ഇപ്പൊ ഖിറാഅത്ത് എന്നാൽ എന്തായിരുന്നു, നമ്മുടെ ശബ്ദത്തെ എന്താണ് ഉച്ചരിക്കുന്നതിനാണ് നമ്മൾ ഖിറാഅത്ത് എന്ന് പറയാം. തഹദ്ദുസ്, നമ്മൾ പുസ്തകത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ഖിറാ എന്ന് പറയും. ഇനി ഖിറാ എന്ന് പറയുന്നത് ഏത് ടൈപ്പിൽ വരുന്നതാണ്? അതായത് നമ്മള് ഈ മഹാറാത്തുൽ ലുഗവി 2 ടൈപ്പായിട്ട് നമ്മൾ 4 എണ്ണത്തിനെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റീവ് സ്കില്ലാണോ, റെസ്പോണ്ടിങ് സ്കില്ലാണോ, ഏതിൽ റിസീവിങ് സ്കില്ലിൽ പെട്ടതാണോ, പ്രൊഡക്റ്റീവ് സ്കില്ലിൽ പെട്ടതാണോ ഈ ഖിറാഅത്ത് എന്ന് പറയാം? മഹാറാത്തുൽ ഇസ്തിഖ്ബാൽ, റിസീവിങ് സ്കില്ലിൽ പെട്ടതാണ് എന്ത്, മഹാറാത്ത് ഖിറാഅത്ത് എന്ന് പറയാം. അപ്പൊ പ്രധാനമായിട്ടും 9ഓളം തലങ്ങളാണുള്ളത്. ഒന്ന് ഖിറാഅത്തുൽ ജഹീരിയ, ലൗഡ് റീഡിംഗ് ആണ്.
മറ്റൊന്ന് കിറാഅത്ത് സ്വാമിത്ത, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സൈലന്റ് റീഡിങ്. മറ്റൊന്ന് കിറാഅത്ത് തഹ്ലീലി, അനലിറ്റിക്കൽ റീഡിങ്. മറ്റൊന്ന് കിറാഅത്ത് നാഖിദ, ക്രിറ്റിക്കൽ റീഡിങ്. പിന്നെ കിറാഅത്ത് സരിഅ, സ്പീഡ് റീഡിങ്. അൽ കിറാഅത്ത് മുഖസ്സഅ, എക്സ്റ്റൻസീവ് റീഡിങ്. അൽ കിറാഅ അൽ മുറക്കസ ഔ മുക്കസ്സഫ, ഇന്റൻസീവ് റീഡിങ്. അൽ കിറാഅ അൽ ഹുറ, ഫ്രീ റീഡിങ്. അൽ കിറാഅ റസമിയ, പിക്ചർ റീഡിങ്. ഇങ്ങനെ 9ഓളം റീഡിങ്ങുകളാണ് നമുക്ക് വരുന്നത്. ഇതില് നമ്മൾ പറഞ്ഞ ഒരു സംഭവമായിരുന്നു അൽ ഖിറാഅത്തു നമൂദജി. ഇതിലില്ലാതെ നമ്മൾ പറഞ്ഞൊരു സാധനം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കണ്ടന്റിൽ പറഞ്ഞൊരു സാധനമാണ് ഖിറാഅത്തു നമൂദജി അഥവാ മോറൽ റീഡിങ്, മാതൃകാ വായന എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഹിയ ഖിറാഅത്തൻ, ഒരു വായനയാണ്, യഖൂമു ബിഹൽ മുഅല്ലിം, അധ്യാപകനാണ് അത് നടപ്പിലാക്കുന്നത്. തകൂന നമൂദജൻ, എന്തിനു വേണ്ടി? ഒരു മാതൃകയ്ക്ക് വേണ്ടി. യസ്തമഉ ഇലൈഹി തുല്ലാബ്, കുട്ടികള് ആ മാതൃക കേൾക്കാനും വയുക്കല്ലിദൂനഹു, അതിനെ പിന്തുടരാനും വേണ്ടി. അതായത് ഇപ്പോ ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെ നടപ്പിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം നമ്മളൊന്ന് വായിച്ചു കൊടുക്കും, കുട്ടികൾ അത് കേട്ടുകൊണ്ടിരിക്കും. അറിയാലോ, അങ്ങനെ നിങ്ങൾ പഠിപ്പിക്കാം. അത് നിങ്ങൾ മാത്രം വായിക്കും, കുട്ടികൾ കേൾക്കും, പിന്നെ നിങ്ങളും കുട്ടികളായിട്ട് വായിക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നേ? അല്ലേ? യെസ്. ഇവിടെ നിങ്ങൾ ആദ്യം സ്വയം വായിക്കുന്ന ഒരു രീതിയാണ് മാതൃകാ വായന, ഖിറാഅത്തു നമൂദജിയ എന്ന് പറയാം. വഹിയ ആദത്തുൻ തത്തബിഉൽ ഖിറാഅത്തു സ്വാമിത, സൈലന്റ് റീഡിങ്ങിനെ പിന്തുടരുന്നുണ്ട്. അതായത് കുട്ടികൾ അവിടെ ഇരുന്ന് നിശബ്ദമായി നിങ്ങളുടെ വായന അവരും പിന്തുടർന്ന് വായിക്കുകയാണ്. വഅസ്ഇലത്തുൽ ഇസ്തിഇയാബ്, മാത്രമല്ല നിങ്ങളുടെ വായനയ്ക്ക് ശേഷം ചില കുറെ സംശയങ്ങൾ അവര് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കമ അന്നഹ തുസ്ബിഖുൽ ഖിറാഅത്തുൽ ജഹീരിയതകും ബിഹൽ തുല്ലാബ്, ശേഷം അതിനുശേഷം എന്ത് വരാനുണ്ട്? കുട്ടികളുടെ ഒരു ലൗഡ് റീഡിങ് വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാനന്ന് 2 രൂപത്തിൽ പറയുന്ന ഖിറാഅത്തു നമൂദജി വരാറുണ്ട്. ഒന്ന് ഖിറാഅത്തുൽ മുത്തസിലയും മറ്റൊന്ന് ഖിറാഅത്തുൽ മുതഖത്തിഅയും വരാറുണ്ട് എന്ന് പറഞ്ഞിരുന്നതാണ്. ഒന്ന് നിരന്തരമായുള്ള ഒരു വായനയും വരാനുണ്ട്, മറ്റൊന്ന് തുടർച്ചയായിട്ടുള്ള വായന എന്നുള്ളത്. അപ്പം നിരന്തര വായന എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, അധ്യാപകനോട് ഇങ്ങനെ അങ്ങ് വായിച്ചു പോവാം. അതായത് മോഡൽ റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തുടക്കം ഇപ്പൊ നമ്മൾ ഈ പറയുന്ന അധ്യാപകൻ വൺ സൈഡ് ആയിട്ട് വായിച്ചു പോവാണ്. വായിച്ചു പോയിക്കാൻ കുട്ടികൾ കേട്ടുകൊണ്ട് മാത്രമേ ഇരിക്കുള്ളൂ. പിന്നീട് കുട്ടികൾ എപ്പോഴെങ്കിലും ആയിരിക്കും അത് എന്ത് ചെയ്യണം, നോക്കി വായിക്കുന്നത്. തന്നെ ഖിറാഅത്ത് മുത്തസില എന്ന് പറയാം. എന്നാൽ ഖിറാഅത്ത് മുത്തഖത്തിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിർത്തി വായിക്കും. ആദ്യം കുറച്ച് വായിക്കും, കുട്ടികൾ കൂടെ വായിക്കും, പിന്നെ വീണ്ടും കുട്ടികൾ നിശബ്ദമായിരിക്കും, അധ്യാപകൻ വീണ്ടും വായിക്കും, അധ്യാപകന്റെ വായനയ്ക്ക് ശേഷം വീണ്ടും കുട്ടികൾ വായിക്കും. ഇങ്ങനെ വായിക്കുന്നതിനാണ് ഖിറാഅത്തു മുത്തഖത്തിഅ എന്ന് പറയാം. മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, സെറ്റ്. ഇനി ഒരു കാര്യം നോക്കിക്കേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സംഭവമാണ് ഖിറാഅത്തുൽ ഖിസ്സ. നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ കഥ വായിപ്പിക്കുന്നത്? ഖിസ്സ ഫർദിയ, അതായത് നമ്മളിപ്പോ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ എങ്ങനെ കഥ പഠിപ്പിക്കുന്നു നോക്കിക്കേ. ഫർദിയ, ഒരു ഒറ്റയ്ക്ക് എന്തെങ്കിലും കുട്ടി കഥ ആദ്യം വായിക്കും. എന്നിട്ട് ഈ വായിച്ച സമയത്ത് കുട്ടി മുമ്പ് എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല, പുതിയതായിട്ടുള്ള വായന ആയിരിക്കും. അപ്പൊ അവനോട് പറയും, നിങ്ങൾ വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും പുതിയ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ വാക്കുകളുടെ മേലെ ഒരു അടിവര ഇട്ട് കൊടുക്കാൻ പറയും. നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. അപ്പോ അതിനുശേഷം കുട്ടികളോട് പറയുന്നുണ്ട് കലിമാത്തുൽ ജദീദ, പുതിയ പദങ്ങളുടെ മേലെ അടിവരയിടാൻ പറയും. എന്നിട്ട് അവരോട് പറയണം ഒരു ഡിക്ഷണറി കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അവിടെ നിന്ന് പുതിയ അതിന്റെയൊക്കെ അർത്ഥങ്ങളെ കണ്ടുപിടിക്കാൻ പറയണം. ഇന്നത്തെ കാലത്ത് നല്ല രസകരമാണ്, പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് പുതിയ വാക്കുകൾ എന്ന് പറയണ്ട, ഇങ്ങനെ ശങ്കിച്ച് നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ ഉത്തരം വരും. സാറേ ഇന്നതല്ലേ എന്ന് പറയും. ചിലപ്പോ അവർ കേട്ടിട്ട് പോലും ഇല്ലാത്ത വാക്കായിരിക്കും. എന്താ? അവര് നേരെ മെറ്റ ഓണാക്കി വെച്ചിട്ടുണ്ട്. മെറ്റയോട് ചോദിക്കും, ചേച്ചി ഇതിന്റെ മീനിങ് പറഞ്ഞു തരോ? അപ്പൊ അവര് പറയും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീനിങ് ഇന്നതാണ് എന്ന് പറയും. അല്ലെ? അങ്ങനെയല്ലേ? നിങ്ങള് എല്ലാവരും ടൈപ്പ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ, എല്ലാം മെറ്റയോട് ചോദിക്കല്ലോ ചെയ്യാ. ഓക്കെ, അപ്പൊ മറ്റേ ചേച്ചി ഉത്തരം പറഞ്ഞു തരും. ദെൻ അങ്ങനെ അതിനുശേഷം എന്നിട്ട് എന്ത് ചെയ്യും? ഗ്രൂപ്പില് ആ കഥ വായിക്കും. എന്നിട്ട് എന്ത് ചെയ്യും?
അധ്യാപകൻ മറ്റൊരു മോഡലായിട്ടുള്ള ഒരു കഥ വായിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഈ കഥ വായന നടക്കുന്നത്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഹാൻഡ് ബുക്ക് നല്ലോണം വായിക്കണം. ഈ ഹാൻഡ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഈ പെഡഗോജി കൂടി കണക്ട് ചെയ്ത് വരാറുണ്ട്. പ്രത്യേകിച്ചും ആദ്യ തലങ്ങളിലെ, അതായത് LP തലങ്ങളിലെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഞാൻ മുമ്പ് നമ്മുടെ മോഡൽ ടെസ്റ്റുകളിലൊക്കെ, ഈ ടെക്സ്റ്റ് ബുക്ക് അനാലിസിസിന്റെ മോഡൽ ടെസ്റ്റുകളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് പരിശീലിക്കാൻ നിങ്ങളോട് പറയാണ്. അതേപോലെ തന്നെ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ അത്തരത്തിൽ ആ ഭാഗങ്ങളൊന്ന് വായിച്ചിട്ട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ കോളായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ടിരുന്നാൽ നിങ്ങളും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പോകും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നവരോട് പറയുന്നത് നിങ്ങൾ ആ ക്വസ്റ്റ്യനുകളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ ചിലപ്പോൾ വായിച്ചു മാത്രം പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഖിറാഅത്തുൽ ഖിസ്സ വൽ മുനാഖശത്തി ഹൗലഹ, ഇനി എങ്ങനെയാണ് ഒരു കഥ വായിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അതിപ്പോ ഇവിടെ എന്താണ് അധ്യാപകൻ കുട്ടികളോട് പറയാണ്, എന്താണ് ഒരു കഥ വായിക്കാൻ പറയണം. എന്നിട്ട് അവരോട് പറയണം, ഇതിന്റെ അകത്ത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള കഥകളിൽ നിന്നും എന്തെങ്കിലും പുതിയ വാക്കുകൾ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും, ഇന്ന വാക്കുകൾ ഉണ്ട് എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യണം, അവരോട് പറയണം പുതിയ വാക്ക്, നിങ്ങൾ ഈ പഠിക്കാത്ത ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വാക്കുകളെ കണ്ടെത്താൻ വേണ്ടി പറയണം. ഓക്കെ, ഇനി എപ്പോഴും കഥകൾ വായിക്കേണ്ടത് അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയിട്ട് വേണം. ഇനി നേരത്തെ കുട്ടികൾ കണ്ടെത്തിയ കുറച്ച് വാക്കുകളില്ലേ, പുതിയ വാക്കുകളില്ലേ, ഇല്ലേ, അധ്യാപകൻ കണ്ടെത്തി വെച്ച പുതിയ വാക്കുകളില്ലേ, ഈ വാക്കുകളോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, അധ്യാപകൻ അത് എങ്ങനെ പുതിയ പുതിയ ഫ്രേസുകളിൽ ഉപയോഗിക്കാം, സെന്റൻസിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് കൂടി പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സമയത്ത് കഥ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വെറുതെ നമ്മൾ എന്ത് ചെയ്യുക, ലോകത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു കഥാരൂപേണ പറഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ ഭയങ്കര അറിവ് ടീച്ചറാണെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാനല്ല, മറിച്ച് അവർക്കിടയിൽ ഭാഷാപരമായിട്ടുള്ള കഴിവ് കൂടി വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള കഥാവായനകളെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. ക്ലിയർ ആയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനിയുള്ള പരീക്ഷയ്ക്ക്. അങ്ങനെ വെറുതെ കളഞ്ഞു പോവുക. നമ്മൾ ഈ മറ്റേ മുമ്പ് ഖിറാഅത്തു സക്കാലിയ, ഖിറാഅത്തുൽ മുവജ്ജഹ അല്ലെ, നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവും, ഗൈഡഡ് റീഡിങ്, സ്കഫോൾഡ് റീഡിങ്, എത്ര പരീക്ഷയ്ക്കാ ചോദിച്ചത്, മാറ്റി മറിച്ച് മനിയനും ചേട്ടനൊക്കെ ആയിട്ട്. അപ്പൊ അതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇനി ഒരു ചോദ്യം നോക്കി, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ലൈസ മിനൽ അൻഷിതത്തു അത്തഹരീരിയ. ഫർഹാന ഷെറിൻ ടീച്ചറെ, എന്താണ് ഈ അൻഷിത തഹരീരിയ എന്ന് വെച്ച് കഴിഞ്ഞാല്? ടീച്ചറില്ലേ, ഫർഹാന ടീച്ചറില്ലേ? പറഞ്ഞേ, എന്താ ഈ അൻഷിത തഹരീരിയ എന്ന് വെച്ചാല്? ഈ എഡിറ്റിംഗ് ആയിട്ടുള്ളല്ലേ? എഡിറ്റിംഗ് അല്ലാതെ തഹരീരിന് ഒരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൈറ്റിംഗുമായി ബന്ധപ്പെട്ട. യെസ്, റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ റൈറ്റിംഗ് ആക്ടിവിറ്റീസിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. തൈബത്തുൽ ഇസ്തിമാറ, ഹിഫ്ളുൻ നുസൂസ്, ഇഅദാദുൽ മുഫക്കിറ. എന്താ ഇസ്തിമാറ എന്ന് വെച്ചാൽ? എന്താ ഇസ്തിമാറ? ബയോഡാറ്റ. യെസ്, അപ്പൊ ഇവിടെ ഇസ്തിമാറ പ്രിപ്പയർ ചെയ്യുക, ഹിഫ്ളുൻ നുസൂസ് കണ്ടന്റ് കാണാതെ പഠിക്കുക, ഇഅദാദുൽ മുഫക്കിറ ഡയറി എഴുതുക. ഇതിന്റെ അകത്ത് ഏതാണ് പെടാത്തത്? ഒന്ന് മാത്രമാണോ, രണ്ട് മാത്രമാണോ, ഒന്നും രണ്ടുമാണോ, അൽ ജമീഅ എല്ലാം പെടുന്നില്ലേ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയെ വരുന്നത്, ലൈസ എന്ന് പറയുമ്പോൾ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ, ഞാൻ പെട്ടെന്ന് പോവാണേ. നിങ്ങൾക്ക് കിട്ടിയോ? അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദ്യത്തിൽ ഏതെങ്കിലും? ഓക്കെ, ഇല്ലാന്ന് വിചാരിക്കാണ് കേട്ടോ, ഇല്ലാന്ന് വിചാരിക്കാണ്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. മിൻ അദ്വാറിൽ ഫി തഅല്ലുമു തആവുനി, അധ്യാപകന്റെ തഅല്ലുമു തആവുനിയില് അധ്യാപകന്റെ പങ്ക് എന്താണ്? തക്വീനിൽ മജ്മുഅത്തി ബിഇഖ്തിയാരി ശക്ലിൽ മജ്മുഅ, ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യുക, അതിന്റെ അകത്തുള്ള രൂപത്തെ തിരഞ്ഞെടുക്കുക, ഇങ്ങനത്തെ ഗ്രൂപ്പായിരിക്കണം എന്ന് തീരുമാനിക്കുക. ഇഖ്തിയാരിൽ മൗദൂഇ വ തഹദീദുൽ അഹ്ദാഫ്,
വിഷയത്തെ തിരഞ്ഞെടുക്കലും ആ വിഷയങ്ങളുടെ ഒബ്ജക്റ്റീവ്സിനെ നിർണ്ണയിക്കലും. അതായത് ഇപ്പൊ ഞാൻ ഇന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബ്രൈറ്റ് അക്കാദമിയിലെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഒരു മോർണിംഗ് ബാച്ച് ഉണ്ടാക്കി, എന്നിട്ട് ഗോൾ ടു PSC ബാച്ച് ഉണ്ടാക്കി, എന്നിട്ട് എന്തേക്കു ഈവനിങ് ബാച്ച് ഉണ്ടാക്കി. ഇല്ലേ, ഇങ്ങനെ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയോ ഇല്ലേ? എന്താ ഒന്നും ഉണ്ടാത്തേ? പറയും പോലെ ശരിയാണല്ലേ, രാവിലെയും രാത്രിയൊക്കെ എപ്പോഴേ അസ്തമിച്ചു, ഇപ്പൊ പകല് മാത്രം ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞു 10 പേരടങ്ങുന്ന 15 പേരടങ്ങുന്ന അല്ലെങ്കിൽ സമയത്തിന് യോജിക്കുന്ന പിള്ളേര് മാത്രമേ ആ ഗ്രൂപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, ഓരോ ദിവസവും പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഓരോ വിഷയങ്ങൾ തിരഞ്ഞെടുത്തു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു ഇന്ന ദിവസങ്ങളിൽ ഇന്ന ലേണിംഗ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണോന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, തഹ്ദീദുൽ മുഹിമ്മാത്തുർ റഈസ വൽ ഫർഇയ്യ ലിൽ മൗദൂഇ വ തൗജീഹി തഅല്ലും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളോട് പറഞ്ഞു ഫസ്റ്റത്തെ അനലൈസയ്ക്ക് വേണ്ടി പഠിക്കലാണ് ആദ്യത്തെ മാനത്തെ ലക്ഷ്യം. അപ്പോ എന്ത് ചെയ്യും, നിങ്ങൾ ഇപ്പൊ അനലൈസ് വരുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യാറുള്ളത്, അനലൈസ ഒരാഴ്ചത്തെ സമയം തരും. ആ ഒരാഴ്ച സമയം കൊണ്ട് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ അതിനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓരോ ദിവസം ഇത്ര ടോപ്പിക്കുകൾ വെച്ച് എന്ത് ചെയ്യും, പഠിക്കും. അതിന്റെ സബ് ടോപ്പിക്കുകൾ പഠിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അധ്യാപകന്റെ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ പഠിക്കും. ഇങ്ങനെയല്ലേ ചെയ്യാ? ഇതൊരു കോപ്പറേറ്റീവ് ലേണിംഗ് അല്ലേ? യെസ്. അപ്പൊ ഇതിന്റെ അകത്ത് ഓപ്ഷൻ എ വരോ, ബി വരോ, സി വരോ, ഡി വരോ? ഇതൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് സ്വയമേ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ നടത്തുന്ന സെയിം സാധനമാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി തന്നെയാണ് ശരിയാ വരുന്നത്. അപ്പൊ എന്താണ് തഅല്ലുമു തആവുനി, കോപ്പറേറ്റീവ് ലേണിംഗ്? അത് വൈഗോട്സ്കി എന്ന് പറയുന്ന ഒരാള് കൊണ്ടുവന്നതാണ്. വൈഗോട്സ്കി ഏതിലാണ് വിഷയം എന്ന് നമുക്കറിയാം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ 2 മുതൽ 6 വരെയുള്ള കുട്ടികളായിട്ട് തരംതിരിക്കുന്നു. എന്നിട്ട് എന്താണ് എന്ത് ചെയ്യാണ്, കോപ്പറേറ്റീവ് ആണ്. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാണ്, ഓരോ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികൾക്കും എന്ത് ചെയ്യാണ്, ഓരോ ആക്ടിവിറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പരസ്പരം അത് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അവരൊരു ഗ്രൂപ്പിൽ അവതരിപ്പിക്കും. ഇവിടെ അധ്യാപകന്റെ പങ്ക് എന്തായിരിക്കണം എന്ന് വെച്ച് നോക്കേ. ഒന്ന്, എന്ത് ചെയ്യണം, സെലക്ട് ദ ക്ലിയർ ലെസൺ ഒബ്ജക്റ്റീവ്സ്, തഹദീദ് അഹ്ദാഫ് ദർസി ബിശക്ലിൻ വാദിഹിൻ. എന്താണ് കുട്ടി കൃത്യമായി പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ എന്ത് ചെയ്യണം, ഒരു നിർണയം അധ്യാപകൻ നടത്തണം. മാത്രമല്ല 2, തക്വീനുൽ മജ്മുഅത്തി വഇഖ്തിയാർ ശക്ലിൽ മജ്മുഅ. എന്ത് ചെയ്യണം, ഒന്ന് ഫോമിംഗ് ദ ഗ്രൂപ്പ്സ് ആൻഡ് സെലക്ടിംഗ് ദ ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്. ഒന്ന് ഗ്രൂപ്പുകളെ ഫോം ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഏത് തരത്തിലുള്ള ഗ്രൂപ്പ് ആയിരിക്കണം എന്ന് തീരുമാനിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബുദ്ധികളെയും കൂടി ഒരു ഗ്രൂപ്പിൽ ഇടാൻ സമ്മതിക്കാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? എല്ലാ ബുദ്ധികളെയും കൂടി ഒറ്റ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടോ ഞാൻ ഇന്നുവരയ്ക്കും? നേരം പിടിച്ചിട്ട് ഞാൻ പറയും, നിങ്ങൾ ഇതിൻ്റെ അകത്തിട്ട ശരിയാവൂല, ബാക്കിയുള്ള ഗ്രൂപ്പുകൾ സെറ്റായി പണി കിട്ടൂ എന്ന് പറയും. 2 നോക്കിക്കേ, ഷർഉൽ മുഹിമ്മത്ത് തഅലീമിയ വൽ ഹദഫ് മിൻഹൽ തുല്ലാബ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഷർഉൽ മുഹിമ്മത്ത് തഅലീമിയ, എഡ്യൂക്കേഷണൽ ടാസ്ക് എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കണം. എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിക്കുകയും വൽ ഹദഫ് മിൻഹൽ തുല്ലാബ്, കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇസാറത്ത് ഇന്തിബാഹി തുല്ലാബി ഫി മജ്മുഅത്തി തഅല്ലുമു തആവുനി, അതായത് ഈ കുട്ടികളുടെ ശ്രദ്ധ എന്ത് ചെയ്യണം, ഈ തരം തഅല്ലുമു തആവുനിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അറ്റൻഷൻ കൊടുക്കണം. ഇസാറത്ത് ഇന്തിബാഹി തുല്ലാബ്, കുട്ടികളുടെ ശ്രദ്ധയെ നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻറ്റീവ് ആക്കണം. ഇനി അൽ അമലു അലാ തഖീമി തഹ്സീൽ തുല്ലാബ്, കുട്ടികൾ എന്തൊക്കെയാണോ അച്ചീവ് ചെയ്യുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അസസ് ചെയ്യണം. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നിരീക്ഷിക്കണം എന്ന് പറയണത്. ഇവിടെ ഇവാലുവേഷൻ എന്ന അർത്ഥം വെക്കരുത്. അതായത് കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണോ അച്ചീവ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം, അസസ് ചെയ്ത് കൊണ്ടേയിരിക്കണം. കാരണം എന്താണ്, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കഫോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കണം. മനസ്സിലായോ? എന്നിട്ട് തഹദീദുൽ മുഹിമ്മാത്തു റഈസിയ വൽ ഫർഇയ്യത്തു ലിൽ മൗദൂഇ വ തൗജീഹി തഅല്ലും,
കുട്ടികളെ അധ്യാപകൻ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് സബ്ബായിട്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായി മനസ്സിലാക്കി അതിനെ നിർണയിച്ചു കൊടുക്കണം. കിട്ടിയോ? ശരി. മിനൽ അനാസുറുല്ലദി നൽസമു എന്നാണ് കേട്ടോ. നൽസമു മിർആതിഹ ഇൻദ തശ്കീലിൽ മൻഹജു ദിറാസിൽ മദാരിസ്. സ്കൂളുകളില് ഒരു കരിക്കുലം ഫോം ചെയ്യുന്ന സമയത്ത് പരിഗണിക്കേണ്ട ഇലമെന്റ് എന്താണ്? നമുത്തിഫുൽ മിന തൊബക്കത്തിൽ പുല്യ, ഉയർന്ന തലങ്ങളിലെ കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവണം. അലാ തക്കൂന് ദിറാസ ഫി ലുഗത്തി ഉമ്മിദ്ദാരിസി ഫഖത്ത്, മാതൃഭാഷയിലുള്ള കുട്ടികൾക്ക് അഥവാ മദർ ടങ്ക് യൂസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല എന്തുണ്ടാവണം, അവർക്ക് മാത്രം പറ്റുന്ന രൂപത്തിലാവണം. അന്നമുഷാമിലിത്തിഫില്, കുട്ടികൾക്കുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് പൂർണ്ണമായ വളർച്ചയ്ക്ക് അത് എളുപ്പമാക്കുന്നതായിരിക്കണം. ഇനി എന്താണ് തത്വീരുൽ ജുസ്ഇൽ മുഖദ്ദറാത്തു തിഫ്ല്, കുട്ടികളുടെ എന്താണ് കഴിവുകളുടെ പകുതി ഡെവലപ്മെന്റ് അഥവാ കുട്ടികളുടെ എല്ലാ കഴിവുകളും അല്ല, കുറച്ച് കഴിവുകളെ മാത്രം വളർത്തുക. ഇപ്പൊ ഒരു കരിക്കുലം നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? യെസ്, ഓപ്ഷൻ സി അന്നമു അഷാമിൽ ലത്തിഫ് എന്നുള്ളതാണ്. അപ്പോ അൽ ഉമൂദ് ഫി തശ്കീൽ മൻഹജ് ദിറാസി വ ഇദ്റാഅത്തു തക്ലീം, ഒരു കരിക്കുലം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കരിക്കുലവുമായി ബന്ധപ്പെട്ട ഒരു ഇവാലുവേഷൻ ടൂൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നേടേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, മുനാസിബത്തു ഖിയമുൽ മുദവ്വിനത്തി ഫി ദസ്തൂറിൽ ഹിന്ദ്, ഇന്ത്യൻ ഭരണഘടനയുടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള മൂല്യങ്ങളോട് യോജിക്കുന്നതാകണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് മൂല്യങ്ങളുണ്ട്. ഇപ്പോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 വന്നു, 2009 റൈറ്റ് ടു എന്താണ് എഡ്യൂക്കേഷൻ വന്നു, അപ്പോ അതുപോലെ 2020 MEP വന്നു. ഇതൊക്കെ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് മനസ്സിലാക്കണം. ഞാൻ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, മറ്റേ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടോടെ നിൽക്കട്ടെ. അതേപോലെ തന്നെ 2005 KCF, 2007 NCF, 2005 NCF, 2007 KCF, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? KCF NCF ഒക്കെ അറിഞ്ഞൂടെ? കേരള കരിക്കുലം ഫ്രെയിംവർക്കും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഒക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുള്ള, അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ഒരു കുട്ടികളിലേക്ക് എന്താണോ എത്തിക്കുന്നത് അതൊക്കെ എന്ത് ചെയ്യണം, കുട്ടിയിലേക്ക് ആ മൂല്യങ്ങളെ എത്തിക്കാൻ ശ്രമിക്കണം. ഇനി 2, തക്സീഫിൽ മവാഹിബി വൽ കഫാഅത്ത് തുല്ലാബ്, കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളെയും പ്രതിഭകളെയും എന്ത് ചെയ്യണം, നമ്മൾ വികസിപ്പിക്കാൻ ശ്രമിക്കണം. ഇനി കാമിൽ മുഖദ്ദറാത്ത് ദാരിസീന ജിസ്മിയൻ വഖരിയൻ, ഒരു കുട്ടിയുടെ അവന്റെ മാനസികപരമായിട്ടുള്ള ശാരീരികപരമായിട്ടുള്ള കഴിവുകളെ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടുള്ള സമഗ്രപരമായിട്ടുള്ള ഒരു വികസനം നടപ്പിലാക്കണം. അതേപോലെ തന്നെ അന്നമുഷാമിൽ കുട്ടിയുടെ സമഗ്രമായ വളർച്ച ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ പഠനം എന്ന് പറയുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം. പഠനം എപ്പോഴും എന്തായിരിക്കണം, ഒരു വിദ്യാർത്ഥി അധിഷ്ഠിത പഠനമായി മാറണം. അതേപോലെ തന്നെ മാതൃഭാഷയിൽ ആയിരിക്കണം. എന്താണ് പൊതുവിദ്യാഭ്യാസം എന്നത്? പൊതുവിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം. അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ 3 ലാംഗ്വേജ് ഫോർമുല വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് മറ്റേ NEP 2020 അറിയുന്നുള്ളവർക്ക് അറിയാം. അതിന്റെ അകത്ത് പ്രധാനമായി പറയുന്ന ഒരു സാധനം ഉണ്ട്, നിങ്ങൾ നിർബന്ധമായി മാതൃഭാഷ പഠിച്ചിരിക്കണം, അതിന് പുറമെ ഇന്ത്യൻ ലാംഗ്വേജ് ഒന്നും വിദേശ ഭാഷ ഒന്നും പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ലേ? 3 ലാംഗ്വേജ് ഫോർമുല വന്നപ്പോ ഒന്ന് നിർബന്ധമായി എന്തുണ്ടായിരിക്കണം, മാതൃഭാഷ പഠിച്ചിരിക്കണം. മറ്റ് അതർ ഇംഗ്ലീഷ് ലാംഗ്വേജും മറ്റൊന്ന് ഇംഗ്ലീഷുമാണ് നമ്മൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ഹലോ, നിങ്ങളാരും ഇവിടെ ഇല്ല? എല്ലാവരും ഉച്ചാർക്കത്തിലാണ്. പിന്നെ മറുപടി വരട്ടെ. അയ്യകൂന മനാഖഹ ഖാലിയ അനിൽ ഖൗഫി വതവരി വൽഖൽഖി വദാഫി ഇല തഅബീർ അൽ ഹുർ,
അതേപോലെ തന്നെ എന്താണ് ഭയം, സമ്മർദ്ദം, ആശങ്ക എന്നിവകളില്ലാത്ത എന്ത് ചെയ്യണം, ഒരു പഠനാന്തരീക്ഷത്തിന് പ്രകടമായ രീതിയിൽ പ്രോത്സാഹനം നൽകണം. ഇനി പറയാണ് തക്വീമി ദാരിസിൽ മുസ്തമിദ്രിൽ മുസ്തഈബി ലിമഅരിഫത്തി ഇൽമിഹി വതത്ബീഖിഹി. എന്താണ് ഒരു പഠനത്തിന്റെ എന്താണ് അതിന്റെ കാര്യങ്ങളെ വിലയിരുത്താൻ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കാം. മിൻ മബാദിഉ അത്തഖ്തീതു തർബവി, ഈ പ്ലാനിങ്ങിന്റെ പ്രിൻസിപ്പിൾസിൽ പെട്ടത് അഷമൂലിയ വ തകാമുൽ അൽ ഇസ്തിമറാറിയ അൽ മുറൂന. ഷമൂലിയത്ത്, തക്കാമുല്, ഇസ്തിമറാറിയ കണ്ടിന്യൂറ്റി, മുറൂനത്ത് ഫ്ലെക്സിബിലിറ്റി. ശിബില ശിബില ഹലോ ഹലോ. എന്താ ഓപ്ഷൻ ബി ശരിയാവാൻ കാരണം എന്താ? അതുകൊണ്ട് അല്ല, ഷുമൂലി പറഞ്ഞാല് എന്താ ഇൻക്ലൂസീവ് ആണെന്നല്ലേ? എല്ലാം ഉൾക്കൊള്ളിക്കണം. പറഞ്ഞാല് പൂർണ്ണമാവുക, പിന്നെ ഫ്ലെക്സിബിൾ ആവണം. പിന്നെ ഇതൊക്കെ വേണോ പ്ലാനിങ്ങിന്? കൂടി ഉൾപ്പെട്ടു എന്നല്ലേ പറയാം, എല്ലാം പറയാം. അപ്പൊ ഇതൊക്കെ വേണം പ്ലാനിങ്ങിന്, വേണം. വേണോ? ഇതൊക്കെ മിണ്ടാത്തേ. വേണം. അപ്പൊ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ടെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ അപ്പൊ എന്താണ് ആദ്യം പ്ലാനിങ് നമുക്ക് നോക്കാം. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാന്നുള്ളതാണ്. ഇപ്പൊ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കുക, വീടുണ്ടാക്കുന്നെങ്കിൽ വീടുണ്ടാക്കുക, വായി നോക്കാനാണെങ്കിൽ വായി നോക്കുക. ഇതൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്ന സാധാരണ പരിപാടി അല്ലേ. ഒന്നിയില് പഠിപ്പിക്കും, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കി വീട് വെക്കും, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ വായി നോക്കും. ഇത് മൂന്നുമാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഗെയിം കളിക്കും, എന്താണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വെച്ചു. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? പഠിപ്പിക്കാനാണെങ്കിൽ പഠിപ്പിക്കാം, അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. ആ പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ്, പഠനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളുടെ ഒരു എന്താണ് ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു അഡ്വാൻസ് തിങ്കിങ്ങിനെയാണ് നമ്മൾ തഖ്തീത്ത്, പ്ലാനിങ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഈ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഇവിടെയും തൊടാതെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? അതായത് എല്ലാം പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കാരണം എന്താ, സമയം കിട്ടാത്തതുകൊണ്ട് എല്ലാം പറഞ്ഞില്ല. അപ്പോ എന്ത് കഴിക്കും, നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് ആവശ്യമുണ്ട്. അപ്പൊ അമല് മുനദ്ദിം, ഒരു ഓർഗനൈസ്ഡ് പ്രോസസ്സാണ്. അതായത് അധ്യാപകൻ എന്തെയാണ്, അവന്റെ എന്താണ് ഇംപ്രോവിസേഷനിൽ നിന്നും റാൻഡംനെസ് എന്ന് പറയും. റാൻഡംനെസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് പറയുന്ന സംഭവമാണ് റാൻഡംനെസ് എന്ന് പറയും. കൃത്യമായി പറയൂല. ലാക്ക് ഓഫ് ക്ലിയാരിറ്റി, ലാക്ക് ഓഫ് ക്ലാരിറ്റി, അതായത് ക്ലാരിറ്റി കുറവ്, ഇതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു പ്രോസസ്സാണ് തഖ്തീത്ത്, പ്ലാനിങ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താണ് നമുക്ക് നോക്കാം. ഒന്ന്, മിസായിദു അലാ തൗഫീൽ വഖത്ത്, സമയം അത് സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകനെയും വിദ്യാർത്ഥിയുടെയും എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിൽ ഒരു സമാധാനം കൊടുക്കുന്നത്. കാരണം എന്താണ്, ഇവാലുവേഷൻ ശരിയാകുന്ന, കാരണം കൃത്യമായ ഇടവേള പഠിപ്പിക്കുന്നുണ്ട്, കൃത്യമായ ഇടവേളകൾ എക്സാം നടക്കുന്നുണ്ട്, കൃത്യമായ ഇടവേളകൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു മനസ്സിൽ സമാധാനം ഉണ്ടാവും. ഇനി എന്തൊക്കെയാണ് മബാദിഉ തഖ്തീത്തു തർബവി? ഇതൊന്നും നോട്ട് ചെയ്ത് വെക്കണം, നമ്മള് ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയൊരു വിഷയമാണ്. മബാദിഉ തഖ്തീത്തു തർബവി എന്താണ്, ടീച്ചിങ് പ്ലാനിന്റെ പ്രിൻസിപ്പിളുകൾ. ഒന്ന്, റിയലിസ്റ്റിക് ആവുക, വാഖിയത്ത് ഉണ്ടാവുക, അതുപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കുക, മറൂനത്ത് ഉണ്ടാവുക, ഇസ്തിമ്രാറിയ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കുക, ശമൂലിയ വ തകാമുൽ കോംപ്രഹെൻസീവ് ആയിരിക്കുക, അതേപോലെ തന്നെ തൻസീഖ്, കോർഡിനേഷൻ ഉണ്ടാവും. എന്താ തൻസീഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ?
അതായത് ഈ പ്രീവിയസ്ലി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളെ ഒരിച്ചു നിർത്തി നമുക്ക് പുതിയ ക്ലാസ്സിൽ പറയാൻ പറ്റുമോ? ഒരു പാഠം പഠിപ്പിക്കുകയാണ്, ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചു, രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ആദ്യത്തെ ക്ലാസ്സിലുള്ള പഠിപ്പിച്ചതിനെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിക്കൊണ്ട് രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? കൂടി വേണം. ഇല്ല, പരസ്പരം എന്താണ് അത് തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ടാക്കണം. യെസ്. അതേപോലെ തന്നെ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ്, അവന് ഫ്യൂച്ചർ ഓറിയന്റഡ് കൂടി ആയിരിക്കും. കാരണം അവന് അത് എന്ത് ചെയ്യണം, അവന്റെ റിയൽ ലൈഫിൽ അവനക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാവണം. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ വേറെ ഒന്നും വേണ്ട, ഞാൻ പെഡഗോജി ക്ലാസ് എടുക്കുന്ന സമയത്ത് വെറുതെ വായിച്ച് അങ്ങോട്ട് പോവാണ്, ഒരു കോപ്പറേഷനും ഇല്ല. നിങ്ങൾക്ക് ആ ക്ലാസ് കഴിഞ്ഞ് ഒരു പക്ഷെ കേട്ട് മനസ്സില്ല, ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം എന്താ? ഇല്ല. അതൊരു കാരണം നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടായിരുന്നില്ല ഞാൻ എന്റെ പ്ലാനിങ്. എന്റെ പ്ലാനിങ് എന്താണ്? ടൈം പെട്ടെന്ന് തീർത്ത് എന്റെ കണ്ടന്റ് തീർക്കാന്നുള്ളത് മാത്രമായിരുന്നു. അപ്പൊ അത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരുന്നില്ല. എപ്പോഴും പ്ലാനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കുട്ടികളുടെ നവാത്തജ് താഴ്മയെ പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടി ആയിരിക്കണം, ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ അടുത്ത ചോദ്യം, അന്നവാത്തജ് തഅലീമിയ മിൻ തഅലീമിൽ ഖുർആനിൽ കരീം. ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ നവാത്തജ് തഅലീമിയ ഏതാണ്? ലേണിംഗ് ഔട്ട്കം എന്താണ്? യഖ്തദിറു അലാ ഇസ്തിമാഇൽ ആയാത്തുൽ ഖുർആനിയ. ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കാൻ വേണ്ടി കുട്ടികൾക്ക് സ്കിൽ ഉണ്ടാവണം. യഖ്തദിറു അലാ ഫഹ്മിൽ മആനിൽ ആയാത്തുൽ ഖുർആൻ. ഇങ്ങനെ കേൾക്കുന്ന ഖുർആനിന്റെ ആശയങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാവണം. യഖ്തദിറു അലാ ഖിറാഅത്തുൽ ആയാത്തുൽ ഖുർആനിയ. ഖുർആനിന്റെ വായിക്കാനുള്ള കഴിവുണ്ട്. അപ്പം കേൾക്കാനും ആശയം മനസ്സിലാക്കാനും വായിക്കാനുമുള്ള കഴിവുണ്ടാവണം എന്നാണ് പറയുന്നത്. ഇതിലെ ഏതാണ് നവാത്തജ് തഅലീമിയിൽ പെടുന്നത്? അതെ, ഇതെല്ലാം അതിന്റെ നവാത്തജ് തഅലീമിയിൽ പെടുന്നതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ നന്നായിട്ട് നമ്മൾ ഈ രൂപത്തിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യമായിരുന്നു. അതുപോലെ അടുത്ത ചോദ്യം നോക്കിക്കേ, ലൈസ മിൻ മബാദിഉൽ വാജിബാത്തുൽ മൻസിലിയ. എന്താണ് വാജിബാത്തുൽ മൻസിലിയ എന്ന് വെച്ചാല്? ഹോംവർക്ക്. ഹോംവർക്ക് എന്താണ്? അതായത് നമ്മൾ ഹോംവർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിച്ച വിഷയമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിയാവുന്ന വിഷയമോ ആയിരിക്കണം. ഇനി അൻ തകൂന ലഹ അലാഖത്തൻ ബിൽ മവാദ് ദിറാസിയ. ഇനി എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഹോംവർക്കുകൾ എപ്പോഴും കണ്ടന്റ് ഓറിയന്റഡ് ആയിരിക്കണം. നമ്മൾ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം. അൻ തകൂന മൗദുഅൻ ജദീദൻ ഗൈറ മസ്ബൂഖ ഫി സഫ്. ക്ലാസ്സിൽ മുമ്പ് പറയാത്ത പുതിയൊരു വിഷയമായിരിക്കണം. ഇതിന്റെ അകത്ത് എന്താണ് അതിന്റെ ഒരു വാജിബാത്തുൽ മൻസിലിയുടെ പ്രിൻസിപ്പിൾസിൽ പെടാത്തത്? യെസ്, ഓപ്ഷൻ ഡി അഥവാ ഫക്കത്താണ്. കാരണം നമുക്കറിയാം പുതിയൊരു വിഷയം ഹോംവർക്ക് കൊടുക്കാൻ പറ്റുമോ? പുതിയൊരു വിഷയം ഹോംവർക്ക് കൊടുക്കാൻ പറ്റുമോ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പുതിയൊരു വിഷയത്തെ നമുക്ക്? അതുകൂടെ പറയണം. ഹോംവർക്ക് കൊടുക്കാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, പുതിയൊരു നമ്മൾ പഠിപ്പിക്കാത്ത ഒരു വിഷയത്തെ പുതിയൊരു വിഷയത്തെ നമുക്ക് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും? പഠിപ്പിക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജസീല ടീച്ചർ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതുവരെ പഠിപ്പിക്കാത്ത ഒരു വിഷയമാണ്, പക്ഷെ കുട്ടികളിലേക്ക് എത്തിക്കണം. നമുക്ക് സമയവും ഇല്ല പഠിപ്പിക്കാൻ. അപ്പൊ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് വർക്ക് ആയിട്ട് കൊടുത്തോടെ? ബ്ലൂ വർക്ക് ക്ലാസ് റൂം ആണോ ഉദ്ദേശിച്ചത്? അല്ല, ഒന്നും വേണ്ട, അസൈൻമെന്റ് കൊടുത്താൽ മതി. എന്നിട്ട് സെമിനാർ എടുക്കാൻ പറഞ്ഞാൽ മതി. ഗൂഗിൾ മീറ്റ് ലിങ്ക് ഇട്ട് കൊടുത്താൽ മതി. പിള്ളേരെല്ലാം ചെയ്തോ, നമ്മളൊന്നും അറിയണ്ട. അങ്ങനെയല്ലേ?
അതാണ് ചോദിച്ചത്. ഗ്രൂപ്പ് വർക്ക് കൊടുത്താൽ പോരെ? ഒരു ടീമാക്കി ഗ്രൂപ്പ് വർക്ക് എന്നാ പറഞ്ഞേ? ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ അസൈൻമെന്റ് കൊടുത്താലും അത് രണ്ടും ചെയ്യാം. വെരി ഗുഡ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലേ റിൻഷ? എന്താ സാറേ? നമ്മൾ ഗ്രൂപ്പ് വർക്ക് കൊടുത്തിട്ടല്ലേ നമ്മളെ പോർഷൻസ് തീർക്കുന്നത്. അതെ അതെ, അസൈൻമെന്റ് അല്ല. ഇതോ PSC ൻ്റെതോ? PSC-ൻ്റെതല്ല, മൊത്തത്തില് സ്കൂളിലെ അവസ്ഥ പറഞ്ഞതാ. കോളേജിലല്ലേ അങ്ങനെ പറ്റുള്ളൂ അസൈൻമെന്റ് കൊടുക്കാന്, സ്കൂളിൽ പറ്റൂലല്ലോ. സ്കൂളിലൊക്കെ പറ്റും, കഴിവ് നമ്മളത് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ മതി. ഖവാഇദ് തഖ്ദീർ ഔ, അതാ വായിക്കാം നമ്മള്. ഖവാഇദ് തഖ്ദീർ ഔ ശിബില റൂബ്രിക്. എനിക്ക് മനസ്സിലായില്ല, ഞാൻ കൊറേ വായിച്ചു നോക്കിയല്ലേ? റൂബ്രിക്സ് കേട്ടിട്ടുണ്ടോ? ഏതാ മറ്റേ കൊറേ കട്ടകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ടാസ്ക് പോലെ? ഓ അതാണോ സംഭവം? ഇത് റൂബ്രിക്സ് ആണ്. ആ റൂബ്രിക്സിനെയാണ് നമ്മൾ പറയാ, കട്ടകളല്ല. അത് ആക്ച്വലി ഒരു സെൽഫ് അസസ്മെന്റ് ടൂൾ പോലത്തെ സംഭവമാണ് റൂബ്രിക്സ് എന്ന് പറയാം. ഞാൻ പറഞ്ഞുതരാം. ഞാനത് എന്താന്ന് പറഞ്ഞു തന്നിട്ട് പറയാം. Rubric is a scoring grid or set of instructions used to evaluate student work, defining specific criteria and performance level. It acts as a clear framework of expectations, outlining what is required for an assignment, project, or exam. Rubrics enhance objectivity, reduce grading time, and provide consistent feedback. അതായത് ഇപ്പോ നമ്മള് റൂബ്രിക് എന്ന് പറയുന്നത്, നമ്മളൊരു അസൈൻമെന്റ് കൊടുക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് വേറെ ഒന്നും വേണ്ട, നമ്മളൊരിപ്പോ ഒരു ഓഡീഷനിലേക്ക് പോവാണ്. എന്താണ്, ഇപ്പം നന്നായിട്ട് പാട്ട് പാടുന്ന ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി പോവാണ്. ഈ കണ്ടെത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത് ജഡ്ജ്മെന്റിനൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കുറച്ചുകൂടി ജഡ്ജൊക്കെ നമ്മളത് പറഞ്ഞിട്ട് അവസാനം അതിലേക്ക് പറയാം. ഇപ്പൊ പോകുന്ന സമയത്ത് കുട്ടികളോട് പറയാണ്, ശ്രുതി വേണം, താളം വേണം, രാഗം വേണം, സംഗതി ശരിയാവണം എന്നൊക്കെ പറയാണ്. നിങ്ങൾ ഈ സംഗതി എന്നൊക്കെ പറയുമ്പോൾ എന്താ വലിയ സംഭവം എന്ന് വിചാരിക്കുക. ശ്രുതിയും താളം ഒരേപോലെ വരാന്നാണ് സംഗതി ശരിയാവാന്ന് പറയും. ഓക്കെ, ഇത് അപ്പൊ സംഗതി ശരിയാവണം എന്ന് പറയാണ്. ഇപ്പൊ കുട്ടി പാടുമ്പോ എന്ത് ചെയ്യും? ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടായിരിക്കും പാടുക. അതേപോലെ തന്നെ ഇപ്പൊ ഇതായിരിക്കും നമ്മൾ ഇതിന്റെ ജഡ്ജ്മെന്റ് പാനൽ ഉണ്ട്, അപ്പൊ നമ്മൾ അത് നോക്കിയിട്ടായിരിക്കും മാർക്ക് ഇടുക. അതേപോലെ നമ്മൾക്കിപ്പോ എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോയാലും ഇന്ന കാര്യങ്ങളെ, മാർഗനിർദ്ദേശങ്ങളെ പാലിച്ച് വേണം നമ്മൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറയും. കുറച്ച് മിയാറുകൾ പറയാറുണ്ട് ഇല്ലേ? ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് വേണം. അപ്പൊ നമ്മൾ വേണ്ട അത്രയും വേണ്ട. ബ്രൈറ്റ് അക്കാഡമിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ പറയും, ബ്രൈറ്റ് അക്കാഡമിയിൽ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്താലും PSC പരീക്ഷ ഒരു സമാധാനത്തോടെങ്കിലും എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയും. കേൾക്കൂല എങ്കിലും പറയും ഇല്ലേ? ചെല്ലലുണ്ട്, ചിലരെന്നല്ല, ഒക്കെ കണക്കാം. അപ്പോ ആ സമയത്ത് എന്താണ്, ഇതിനെയാണ് നമ്മൾ റൂബ്രിക്സ് എന്ന് പറയാ. അതായത് ഒരു പെർഫോമൻസ് ലെവൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ക്രൈറ്റീരിയകളെയാണ് നമ്മൾ പറയാ റൂബ്രിക്സ്. ആ റൂബ്രിക് നമ്മൾ ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ക്രൈറ്റീരിയാസിനെയാണ് നമ്മൾ റൂബ്രിക്സ് എന്ന് പറയാം. നമുക്കത് വേണമെങ്കിൽ ഒരു വിദ്യാഭ്യാസ രംഗത്താവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്താകാം, ഒരു ജോബ് ഇന്റർവ്യൂവിലാവാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അസസ്മെന്റിലാവാം. അതെപ്പോഴും ഒരു പുതിയൊരു കാലഘട്ടത്തിലാണ് റൂബ്രിക്സ് എന്ന സംഭവം വന്നത്. വിദ്യാഭ്യാസത്തിൽ എന്താണ്, കുറെ എന്താണ് സ്റ്റാൻഡേർഡുകളാണ്, കുറെ അധികം സ്റ്റാൻഡേർഡുകളാണ്. കുറെ ഗൈഡ് ലൈൻസുകളാണ്. അല്ലാതെ തറുത്തബിത്തു അത് കണക്ട് ചെയ്യുന്നു വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിലേക്ക്. വല്ലതി തസ്തഖിദമോ അത് ഉപയോഗിക്കുന്നു കുട്ടികളുടെ പെർഫോമൻസിനെ അസസ് ചെയ്യുന്നുണ്ട്. അല്ലതി തഅ്തമിദു കിതാബത്തി മവാദിഇൻ ഇൻശാഇയ مثل الأوراق البحثية والمدونات والمشاريع وغيرها من المقالات والواجبات. അതായത് കുട്ടികളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റികളെ അതെന്ത് ചെയ്യുന്നുണ്ട്, അത് അവലംബിക്കുന്നുണ്ട്. മിസില ഏതുപോലെ, ചില എന്താണ് റിസർച്ച് പേപ്പർ വർക്കുകൾ പോലെ,
കുട്ടികളുടെ ബ്ലോഗുകൾ പോലെ, അതുപോലെ തന്നെ പ്രൊജക്റ്റുകൾ പോലെ, അല്ലെങ്കിൽ മറ്റു ചില അസൈസുകളെയും ഹോംവർക്കുകളെയും അസൈൻമെന്റുകളെയും ഒക്കെ പോലെ കുട്ടികൾ എന്തൊക്കെ പണികൾ എടുക്കുന്നുണ്ടോ അതിനെ എന്ത് ചെയ്യാണ്, അതിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എന്തെന്ന് പറയുന്നത്, എന്തെന്ന് പറയുന്നത് റൂബ്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതെന്താ യുസഹിലു റൂബ്രിക്സുകൾ എളുപ്പമാക്കുന്നു. തസ്ഹീഹിൽ വാജിബാത്ത് എന്താണ്, ഗ്രേഡിങ്ങിനെ നമുക്ക് ശരിയാക്കുന്നു. വിഫ്കൽ മഇയാറിൻ മുഹദ്ദിദ മിമ്മ യജഅലുഹു അക്സറു ബിസാത്തൻ വശഫവിയൻ ശിഫാഫിയത്തൻ, അതായത് നമുക്ക് കൃത്യമായിട്ടൊരു ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രേഡ് ചെയ്യാൻ എളുപ്പമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഗ്രേഡിംഗ് എന്നൊരു പ്രോസസ്സിനെ കുറച്ചുകൂടി സിമ്പിൾ ആക്കാനും ഷഫാഫിയത്ത് ട്രാൻസ്പെറൻസി ഉള്ളതാക്കാനും അത് എളുപ്പമാണ്. നമ്മൾ ഈ ഷഫാഫിയ എന്നുള്ള വാക്കൊക്കെ മുമ്പേ പഠിച്ചിട്ടുള്ള വാക്കുകളാണ്, അതൊന്നും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ചാൽ തന്നെ കിട്ടും. ലൈസ മിൻ മീസാത്തി നവാത്തിജു തഅലീമിയ, നവാത്തിജു തഅലീമിയയുടെ മയ്യിസാത്തിൽ പെടാത്തത്. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോ എനിക്ക് പല കേട്ടത്ത് ക്വസ്റ്റ്യനുകളെ ഒരുമിച്ച് ചേർത്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിപ്പോയി. തകൂനു ഖാലിഅത്തൻ ലിൽ മുഅലാഹള വസാലിഹത്തൻ ലിൽ ഇഖ്തിയാർ തതളമ്മൻ അൽ മആരിഫ് വൽ മലകാത്ത് വദഹിനിയാത്ത് വൽ ഖിയം ഹിയ മാ യുൽഖിഹിൽ മുദരിസ് മിൻ ഖിലാലി മുഹാദറത്തിഹി. ഇത് ഏതാണ് ലൈസ മിൻ മീസാത്തിൽ നവാത്തിജു തഅലീമിയ? എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, എന്നാണ്, ചിലപ്പോ തെറ്റാം. ഏതോ ഒരു അനലൈസിക്ക് ഞാൻ മിൻ മുമയ്യിസാത്തി നവാത്തിജു തഅലീമിയ എന്ന് കൊടുത്തിട്ട് ഈ ഓപ്ഷനുകളെയൊക്കെ ഇങ്ങനെ ABCD ഇതിൻ്റെ അകത്ത് വേറൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതിനെന്നാ എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു എക്സാമിന്, ഇപ്പോഴത്തെ നിങ്ങൾക്കാണോ ഒരു മുമ്പത്തെ ബാച്ചിനാണോ എന്ന് പറഞ്ഞുകൂടാ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സിമിലർ ആയിട്ടാണ് ഈ ചോദ്യം വന്നത്. ഓക്കെ, അപ്പൊ ഈ നവാത്തിജു തഅലീമി എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഓപ്ഷൻ ഡി ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ നവാത്തിജു തഅലീമി എന്ന് വെച്ച് കഴിഞ്ഞാല് അധ്യാപകന്റെ ഒരു ലെക്ചറിങ്ങിലൂടെ കിട്ടുന്ന സാധനം അല്ല നമ്മൾ ഈ നവാത്തിജു തഅലീമിയ എന്ന് പറയാം. യുറാദ് ബിഹാ തഹ്സീലു ലദദ് ദാരിസീന ഫി മുഖ്തലിഫിൽ മറാഹിലി തഅലീം, വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠന സമയങ്ങളിൽ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ലേണിംഗ് ഔട്ട്കംസുകൾ എന്ന് പറയാം. പ്രത്യേകിച്ച് കരിക്കുലത്തിലൂടെ ഒരു കരിക്കുലം ഉണ്ടാവും. ആ കരിക്കുലത്തിലൂടെ വിദ്യാർത്ഥികൾ കൃത്യമായ ഇടവേളകളിൽ അവൻ നേടിയെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലേണിംഗ് ഔട്ട്കംസുകൾ എന്ന് പറയാം. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് നോളജ് ഉണ്ടാവും, സ്കില്ലുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ വിഹിനിയത്ത് ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാവും, വാല്യൂസ് ഉണ്ട്. അങ്ങനെ പല വ്യത്യസ്ത കാര്യങ്ങളെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥി എന്ത് ചെയ്യാണ് പഠന കാലയളവിൽ നേടിയെടുക്കുന്നതിന് നമ്മൾ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയാം. ഓക്കെ, ചിലത് നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മറ്റേത് എന്ത് ചെയ്യാം, കുറെ സമയം വേണ്ടി വരും. വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് നമുക്ക് നേടാൻ പറ്റും. വളരെ സമയം എടുത്ത് വേണം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. تتطور وتنمو النواتج التعليمية تدريجيا عبر تسلسل خلال الأنشطة التعليمية حتى نمو وتصل إلى نتائج تعليمية نهائية. എന്താണ് പറയുന്നത്? تتطور وتنمو نواتج التعليمية, അതായത് തദ്രീജിയൻ, എങ്ങനെ ലേണിംഗ് ഔട്ട്കംസുകൾ ഡെവലപ്പ് ചെയ്യുന്നതും വളരുന്നതും വളരെ ഗ്രാജുവൽ ആയിരിക്കും. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് സീക്വൻസ് പോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് വളരുന്നത്. ഖിലാലിൽ അൻഷിദ തഅലീമിയ അക്കോർഡിംഗ് ടു ദ, അതായത് ലേണിംഗ് ആക്ടിവിറ്റീസിലൂടെ, ത്രൂ ദി ലേണിംഗ് ആക്ടിവിറ്റീസ്, ഹത്ത തനമ്മു വതസിലു ഇലാ നതായിജ് തഅലീമിയത്തി നിഹായിയ, അതായത് ഫൈനൽ ലേണിംഗ് റിസൾട്ടിലേക്ക് എത്തിക്കും. അതായത് ഇപ്പോ ഒരു പാഠത്തിന്റെ അകത്ത് ഒരു കുട്ടി പഠിക്കേണ്ട കുറച്ച് കൺസെപ്റ്റുകൾ കാണും. ഇന്ന പാഠം പഠിപ്പിക്കുമ്പോൾ അവൻ എന്ത് വേണം, അവന് പ്രകൃതിയെ ബിഅത്തിന്റെ മുഹാഫലത്ത് ചെയ്യുന്ന ഒരു സ്കില്ല് അവന് ഉണ്ടാക്കിയെടുക്കണം. അടുത്ത പാഠഭാഗത്തിന്റെ അകത്ത് അവൻ ഉണ്ടാവേണ്ടത് വെള്ളത്തെ എങ്ങനെയാണ് ജലസംരക്ഷണം നടത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ട്. അടുത്തതിന്റെ അകത്ത് എന്താണ്, എങ്ങനെയാണ് പൊല്യൂഷൻ ഒഴിവാക്കേണ്ടതിനെ കുറിച്ചിട്ടായിരിക്കും. ഇത് ഈ ഒരു പാഠഭാഗം കഴിയുമ്പോൾ ഒരു കുട്ടി എന്ന് പറയുന്നത് അവൻ എന്തായിരിക്കും ഉണ്ടാവുക, അവനൊരു
പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ലേണിംഗ് ഔട്ട്കംസുകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ചെറിയ എന്താണ് സീക്വൻസിലൂടെ നമ്മൾ കൊണ്ടുവരികയും അവസാനം അത് വലിയൊരു ചെയിന് പോലെ ആയി തീർന്ന് കുട്ടിയുടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് നമ്മൾ ലേണിംഗ് ഔട്ട്കംസുകൾ എന്ന് പറയാ. ക്ലിയർ ആണോ? ഈ പോയിന്റ് മനസ്സിലായോ? ഇനി നമ്മൾ ഈ പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പോയിന്റ് കൂടെ നിങ്ങൾ വായിച്ചു നോക്കണം. ഇപ്പം ഈ ചില ലേണിംഗ് ഔട്ട്കംസുകൾ വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് നേടാൻ പറ്റും, ചിലത് നീണ്ട എന്താണ് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോ പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞൊരു ഇതിൽ തന്നെ പ്രകൃതി സംരക്ഷിക്കുക എന്ന് പറഞ്ഞ ഒറ്റ കാര്യം ചെയ്താൽ മാത്രം പ്രകൃതി സംരക്ഷണം ആവും. അപ്പൊ ഞാൻ എല്ലാ മരങ്ങളും വെച്ച് പിടിപ്പിക്കുന്ന ഒരാളാണ്, പക്ഷെ അതേസമയം എന്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് പുഴയെ തള്ളിയിടും. എന്താ ഞാൻ നല്ല പ്രകൃതി സംരക്ഷണത്തിനുള്ള ആളാണോ? ആണോ? അല്ല, ഞാൻ വളരെ ബേഡാണ് ആ വിഷയത്തിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ലേണിംഗ് ഔട്ട്കംസിനെയും കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന ലേണിംഗ് ഔട്ട്കം ഹാദിയത്തിൽ ഒരു മുലാഹദ ഒബ്സർവബിൾ ആയിരിക്കണം, സ്വാലിഹത്തിൽ മെഷറബിൾ ആയിരിക്കണം. അപ്പൊ മുമ്പിൻ തക്വീ മാലൂമത്ത് ദിറാസി, അതേപോലെ തന്നെ സ്റ്റുഡൻസിന്റെ ലേണിംഗ് നോളജിനെ മനസ്സിലാക്കാനുള്ള അസസ് ചെയ്യാനുള്ള ഇതുണ്ടാവണം. അപ്പൊ മലുക്കത്തുഹു വഖീമത്തുഹുൽ മുറബ്ബജ ഫി നിഹായത്തി കുല്ലി വഹദത്തിൻ വസിഫ എന്താണ്. അതേപോലെ തന്നെ എന്താണ്, ഓരോ യൂണിറ്റിന്റെയും എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിന്റെയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷന്റെയോ എൻഡിൽ എന്ത് ചെയ്യണം, കുട്ടിയിലേക്ക് വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അതായത് ലേണിംഗ് എക്സ്പീരിയൻസുകൾ നമ്മള് തജാരിബ് ദറാസി എന്താന്ന് പഠിപ്പിച്ചിട്ടാണ് സത്യത്തിൽ ലേണിംഗ് ഔട്ട്കം പഠിച്ചത്. അപ്പം ഈ നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസുകളിൽ എന്താണ് നൽകുന്നതിലൂടെ മാത്രമേ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ലേണിംഗ് ഔട്ട്കംസുകൾ ഒരു കുട്ടിക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. അൽ മുസ്തലഹുൽ അറബി മുഖാബിലുൻ പ്രൊഫഷണൽ എത്തിക്സ് കത് വറദ ഫി ജുംല. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, അത് എവിടെ നിന്ന് കണ്ടെത്തണം? ഹാദൽ മൻഹജു ദിറാസി മുനാസിബ് ലി തൗഫീർ മുസാവാത്ത് വ തവാസുനിൽ ഫുർസ് തർക്കീസ് അലാ ഖാനുൽ അഖ്ലാഖിയാത്തിൽ ഹുർഫി المدرسي المدارس أمر مهم. هذا المنهج الدراسي ملائم لإنشاء جيل قابل للقيم الإنسانية الأخلاقية أمر غير مرغوب في مجال التربية والتعليم. ഓക്കെ. ഇവിടെ നോക്കിയാൽ ഹാദൽ മൻഹജ് ദിറാസിൽ ഇൻ ദിസ് കരിക്കുലം മുനാസിബിൻ അത് യോജിച്ചതാണ്, തൗഫീരി നൽകാനായിട്ട്, അൽ മുസാവാത്ത് മുസാവാത്ത് എന്ന് വെച്ചാൽ എന്താ? അൽ മുസാവാത്തി വ തവാസുനിൽ ഫുർസ എന്ന് വെച്ചാൽ അവസര സമത്വങ്ങൾ, അവസര സമത്വം എന്ന് പറയൂലേ, അവസരങ്ങളുടെ സമത്വം, അതിന് എന്ത് ചെയ്യാനാണ്, നൽകലാണ് കരിക്കുലം എന്ന് പറയുന്നത്. ഈ കരിക്കുലത്തിൽ അഖ്ലാഖിയാത്തുൽ ഹിർഫി എന്ന് വെച്ചാൽ എന്താ? അഖ്ലാഖിയാത്ത് എന്ന് വെച്ചാൽ എത്തിക്സ് എന്ന് പറയും, ഹിർഫി എന്ന് വെച്ചാൽ എന്താണ്, പ്രൊഫഷണൽ എന്നാണ്. അപ്പൊ കാനുൽ അഖ്ലാഖിയാത്തുൽ ഹിർഫി എന്ന് വെച്ചാൽ എന്താണ്, പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ളതാണ്. അൽ മദാരിസി അംറ മുഹിം, സ്കൂളിനും അതേപോലെ തന്നെ എന്താണ്, അധ്യാപകൻ എന്ത് വേണം, ഒരു പ്രൊഫഷണൽ എത്തിക്സ് പോലും കീപ്പ് ചെയ്യുന്നതായിരിക്കണം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയാകുന്നത്. അഖ്ലാഖിയാത്തുൽ മിഹിനിയ എന്ന് പറയാം, അല്ലെങ്കിൽ അഖ്ലാഖിയാത്തുൽ ഹിർഫിയ എന്നും പറയാം. അൽ മുസ്തലഹ് അൽ ഇൻജിലീസി അൽ മുഖാബിൽ ദിറാസത്തുൽ ഹാല. ദിറാസത്തുൽ ഹാല എന്ന വാക്കിന് അനുയോജ്യമായ ഇംഗ്ലീഷ് ടെർമിനോളജി കണ്ടെത്താം. ഇൻസ്റ്റന്റ് ലേണിംഗ്, പാരലൽ ലേണിംഗ്, ലേണിംഗ് സിറ്റുവേഷൻ, കേസ് സ്റ്റഡി. ഹാലത്ത് എന്ന് വെച്ചാൽ എന്താ? ഹാലത്ത് ഓക്കെ. അവസ്ഥയെ കുറിച്ച് പഠിക്കുന്ന എങ്ങനെ? ഇപ്പൊ എങ്ങനെ അവസ്ഥയെ കുറിച്ച് പഠിക്കാം? ഒരു കേസാക്കി പഠിച്ച ഏതാ കറക്റ്റായിട്ട് വരാ? ഓപ്ഷൻ ഡി. ഈ തഅല്ലുമുൽ ഫൗരി ഔ സരി എന്നാ പറയാം നമ്മൾ ഇൻസ്റ്റന്റ് ലേണിങ്ങിനെ.
ഇനി പാരലൽ ലേണിങ്ങിനെ തഅലീമുൽ മുത്തവാസി എന്ന് പറയും. ലേണിംഗ് സിറ്റുവേഷൻ മവാഖിഫ് തഅല്ലും എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെയൊക്കെ മാനയ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ പെഡഗോജി? എത്ര കിട്ടി ഓ കഴിഞ്ഞപ്പോ? ഒന്ന് കമന്റ് ചെയ്ത് എത്ര കിട്ടിയെന്ന്. 3 എണ്ണം പോയി സാർ. നെഗറ്റീവ് കിട്ടി. അപ്പൊ 3 ഒരു എണ്ണം മാർക്ക് പോയി, പോയി. ബാക്കി കിട്ടി. 3 മാർക്ക് പോയി, ഒരു ബാക്കി മാർക്ക് കിട്ടി. അല്ല, 3 മാർക്ക് പോയി എന്ന് മാത്രമല്ല, ശരിയായതിന്റെ ഒന്നിന്റെ നെഗറ്റീവ് 1 മാർക്ക് കൂടി പോയി കിട്ടും. നെഗറ്റീവ് ആകുമ്പോൾ 1 മാർക്ക് കൂടി പോകൂലേ? ബാക്കിയൊക്കെ ശരിയായി. എല്ലാം പൊട്ടി. ടെൻഷൻ അടിക്കല. ആ തക്കിനത്തും റഹ്മത്തില്ല. അതിപ്പോ ഇത് Okay. കേസ് സ്റ്റഡി എന്നല്ല സാർ, ഞാൻ മറ്റേ ഡിസ്റ്റൻസ് ലേണിംഗ് ഡിസ്റ്റൻസ് ലേണിംഗിന് എങ്ങനെ നമ്മൾ പറയണ? തഅല്ലുമൻ ബുഅദല്ലേ, നമ്മൾ പഠിപ്പിച്ച ഭാഗമല്ല അത്. ഇൻസ്റ്റന്റ് ലേണിംഗ് എന്നാ ഞാൻ കൊടുത്തത്. ഇൻസ്റ്റന്റ് ലേണിംഗ് എങ്ങനെ? എനിക്ക് മനസ്സിലായി. മനസ്സിലായി. മവാഖിഫിനെ നേരെ ഹാലത്ത് കൊണ്ട് പഠിപ്പിച്ചു, കണക്ട് ചെയ്തു. പിന്നെ സോറി ഞാൻ പറയാം, അത് തന്നെ. മവാഖിഫിനെ നേരെ ഹാലത്ത് കൊണ്ട് കണക്ട് ചെയ്തു, താലിമിനെ ദിറാസത്തോട് കണക്ട് ചെയ്തു. അപ്പൊ ലേണിംഗ് സിറ്റുവേഷൻ അങ്ങനെ ടീച്ചറേ? അതെ, അങ്ങനെ തോന്നി. അങ്ങനെയല്ല, എനിക്ക് അവിടെ ഇരുന്നപ്പോ ഞാന് കേസ് സ്റ്റഡി തന്നെ കൊടുത്തത്. ഞാനും അത് കൊടുത്തത്. നമുക്ക് കേസ് സ്റ്റഡിനെ കുറിച്ച് പഠിക്കാണ്ടല്ലോ, കുട്ടികളെ അവസ്ഥകളൊക്കെ. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചതാണ് അങ്ങനെ കൊടുത്തത്. ഇതിലെ ഇത് കിട്ടാനായിട്ട് 2 കാര്യങ്ങൾ മനസ്സിലാക്കും. ഒന്ന്, ട്രാൻസ്ലേഷൻ കറക്റ്റ് വെച്ച് കിട്ടത്തില്ല. 2, പെഡഗോജിയെ കുറിച്ചൊരു ധാരണ വേണം. എങ്കിലേ ഓപ്ഷൻ ഡി കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ട്രാൻസ്ലേഷൻ നോക്കി നിന്നേനെ ഓപ്ഷൻ സി തന്നെ. ഒരിക്കലും ഇല്ല. അത് പെഡഗോജി തിരിച്ചപ്പോഴാണ് കിട്ടിയത്. പെഡഗോജി തിരിച്ചപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, എന്നാ ശരി. പെഡഗോജിയില് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടാവുന്നുണ്ട് സാർ. ഇപ്പൊ കേസ് ഉള്ളതുകൊണ്ടല്ലേ? എന്താണ്? ജമിയു മാതുക്കറ കൊറേ വന്നല്ലോ, പക്ഷെ നമുക്ക് അതുകൊണ്ട് കുറെ മാർക്ക് കിട്ടി. ഓക്കെ, ശരി എന്നാ. ശുക്രാൻ. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും.